ഗൈസ്, അസ്ലൂസ് പേരിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് സിമ്പിൾ മന്തി ഉണ്ടാക്കിയല്ലോ. ആദ്യം നമുക്ക് അരി എടുക്കാം. നിങ്ങളുടെ വീട്ടിൽ എത്ര ആളുണ്ടോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അരി എടുക്കാവുന്നതാണ്. പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഇനി എന്തെന്ന് ചെയ്യുക, ഒരു 2-3 വെള്ളത്തിൽ കഴുകിയെടുക്കാം. അതിൻ്റെ എല്ലാ പൊടിയും എല്ലാം പോവണ്ടേ. ഓക്കെ, അപ്പോൾ ഇനി അരി കഴുകുക. നല്ല വൃത്തിക്ക് കഴുകണം കേട്ടോ, എല്ലാ അഴുക്കും പോകണം. കണ്ട, അതിൻ്റെ കളറ് മാറിയ തന്നെ. അപ്പോൾ വൃത്തിക്ക് കഴുകുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓരോരോ മണിക്കൂർ അവിടെ വെക്കാം. വെള്ളം ഒഴിച്ചിട്ട് വെക്കാം. ഓക്കെ, ഇനി നമുക്ക് ചിക്കൻ നോക്കാം. തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, ക്യാപ്സിക്കം, മല്ലിച്ചപ്പ്, പുതിനച്ചപ്പ് എല്ലാം കൂടി കഷ്ണങ്ങളാക്കി എടുക്കാം. ഇനി തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി മിക്സിയിലിട്ട് നമുക്ക് പേസ്റ്റാക്കി എടുക്കാം. ഓക്കെ, ഈ ചിക്കനിലേക്ക് മല്ലിച്ചപ്പും പുതിനച്ചപ്പും ഇടാം. പിന്നെ ക്യാപ്സിക്കം കഷ്ണങ്ങളാക്കിയതും പിന്നെ കുറച്ച് 1/2 സ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടി ചേർക്കാം. പിന്നെ മന്തി മസാല ചേർക്കാം. പിന്നെ ഓയിൽ അത് ഒഴിക്കാം. പിന്നെ ഉപ്പ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാഗി ക്യൂബും ചേർക്കാവുന്നതാണ്. ഓക്കെ, മാഗി ക്യൂബ് എൻ്റെ അടുത്തില്ല, അതുകൊണ്ടാണ് ചേർക്കേണ്ടുന്നത്. പിന്നെ എല്ലാം കൂടി നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. എല്ലാ മസാലയും എല്ലായിടത്തും എത്തണം. ഓക്കെ, നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാവുന്നതാണ്. നമുക്ക് കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്യാം. ഓക്കെ, അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രം. ഓക്കെ, നന്നായി മാരിനേറ്റ് ചെയ്യാം. മാരിനേറ്റ് ചെയ്ത് ഇനി നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മൾ എത്ര സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നു അത്ര ടേസ്റ്റ് കൂടുതലായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അരി വേവിപ്പിച്ചെടുക്കാം. ഓക്കെ, പതുക്കുന്ന വെള്ളത്തിൽ ഹോൾ സ്പൈസസ് ഇടാം. എനിക്ക് ഡ്രൈ ലെമൺ കിട്ടിയില്ല, അതുകൊണ്ടായിരുന്നു ഇടാറുള്ളത്. പിന്നെ ഉപ്പിട്ട് നല്ലപോലെ തിളപ്പിക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച അരി എടുക്കാം. അരി നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ടാവും. ഇനി പതക്കുമ്പോൾ അരി വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് അത് പതക്കിട്ടാകുമ്പോഴത്തേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ച ചിക്കൻ എടുക്കാം. ഓക്കെ, അത് പാനിൽ എല്ലാം നിരത്തി വെക്കാം. എല്ലാം നിരത്തി വെക്കണം, മുകളിലായിട്ടൊന്നും വെക്കരുത്. പിന്നെ നമുക്ക് വേറെ വെന്ത് കിട്ടില്ല. ഓക്കെ, ഇനി ഫ്ലെയിം ഓൺ ചെയ്യുക. ഇത് മൂടി ക്ലോസ് ചെയ്യുക. അത് പതക്കട്ടെ. അപ്പോഴത്തേക്ക് നമ്മൾ അരി വരുന്നുണ്ട്, പതച്ച് വരുന്നുണ്ട്.
അധികം വെന്ത് പോകരുത്. ഓക്കെ, ശ്രദ്ധിക്കണം. പിന്നെ അധികം ഇളക്കാനും പാടില്ല. ചിക്കൻ ഒരു ഭാഗം വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, ചിക്കൻ ഏകദേശം 2 ഭാഗം വെന്തിട്ടുണ്ട്. ഇനി കുറച്ച് ചിക്കൻ സ്റ്റോക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇനി അതിലേക്ക് ചോറിടാം. റൈസ് ഏകദേശം ഒരു 90% വെന്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് വേണ്ടിയിട്ടാണ് മാറ്റി വെക്കാൻ പറഞ്ഞത്. ഓക്കെ, ഇനി മുകളിൽ ഒരു 3 പച്ചമുളക് നമുക്കിങ്ങനെ കുത്തി വെക്കാവുന്നതാണ്. പിന്നെ സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കരിക്കട്ട ഇങ്ങനെ വെക്കാം, അല്ലെങ്കിൽ ചാർക്കോൾ വെച്ചിട്ട് അതിങ്ങനെ പുകയ്ക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് മൂടി വെച്ച് ക്ലോസ് ചെയ്യാം. കുറച്ചത് അവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള മയോണൈസ് റെഡി ആക്കിയാലോ. ആദ്യം ഒരു 3 മുട്ട, നിങ്ങൾക്ക് ആവശ്യത്തിന് എത്ര നൈസ് എടുക്കാം. നമുക്കിവിടെ 3 മുട്ട ആവശ്യം. അപ്പോൾ ഒരു 3 മുട്ട എടുക്കുന്നത് ബോയിൽ ചെയ്തെടുക്കാം. ഓക്കെ, നല്ലോണം ബോയിലായ മുട്ട നമുക്കിനി തോല് കളഞ്ഞെടുക്കാം. ബോയിൽ ചെയ്ത മുട്ട മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു ചെറിയൊരു 2 സ്പൂൺ 1 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഹെൽത്തി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്, അധികം ഓയിൽ വേണ്ട. പിന്നെ സാൾട്ട്, ലെമണായിരുന്നു വേണ്ടത്, പക്ഷെ ലെമൺ കിട്ടിയില്ല, സ്റ്റോക്കില്ല. അതുകൊണ്ട് ഒരു 1/2 സ്പൂൺ വിനാഗിരി ഒഴിച്ചെടുക്കാം. പിന്നെ വെള്ളം, ഇവിടെ വാട്ടർ ഉപയോഗിച്ചാണ് ആക്കുന്നത്. ഓക്കെ, കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. നമ്മളെ മയോണൈസ് റെഡി. അധികം ഓയിലൊന്നും ചേർക്കാത്ത ഇങ്ങനെ മയോണൈസ് ആക്കുന്നതാണ് കുറച്ചുകൂടി ഹെൽത്തി. ഇതാകുമ്പോൾ മുട്ട ബോയിലും കൂടി ചെയ്തിട്ടാണ് ആക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ മന്തി നോക്കാം എന്തായി. ഇനി ചോറധികം
പൊട്ടിപ്പോവാത്ത ഇതിൽ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. മന്തി ഏകദേശം സെറ്റാണ്. പക്ഷെ എനിക്ക് കുറച്ച് തെറ്റാണെന്ന് വെച്ചാൽ റൈസ് ഒരിത്തിരി കൂടിപ്പോയി. ഓക്കെ, നിങ്ങൾ അരിയൊക്കെ എടുക്കുമ്പോൾ കുറച്ചിലെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് മയോണൈസ് കൂട്ടി കഴിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവുന്നതാണ്. ബൈ ബൈ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം.